ഗവൺമെൻറ് IT മലമ്പുഴയുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഗിരിജ, സീനിയർ ഇൻസ്ട്രക്ടർ, ടെക്നീഷ്യൻ പവർ ഇലക്ട്രോണിക് സിസ്റ്റം, ഗവൺമെൻറ് IT മലമ്പുഴ. ഇന്നത്തെ നമ്മുടെ ക്ലാസ് UPSൻ്റെ പാർട്ട് 4 ആണ്. ഇതിൽ ഇന്ന് നമ്മൾ അനലൈസ് ചെയ്യുന്നത് സൈസിങ് ഓഫ് UPS, calculation of UPS backup, calculation of battery rating. ഇനി നമുക്ക് UPSൻ്റെ സൈസിങ്ങിനെ കുറിച്ച് എങ്ങനെയാണ് കണക്കാക്കേണ്ടത് എന്ന് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് UPSൽ കണക്റ്റ് ചെയ്യേണ്ട അല്ലെങ്കിൽ UPS പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടുന്ന എക്യുപ്മെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് ഡിസൈഡ് ചെയ്യണം. ഇപ്പോൾ നമ്മൾ ഇവിടെ ഉദാഹരണത്തിനായിട്ട് ലോഡുകൾ, 1 ലാപ്ടോപ്പ്, 2 ഡെസ്ക്ടോപ്പ് PC, 3 പ്രിൻ്റർ, ഈ 3 ഡിവൈസുകളാണ് ഇന്നത്തെ നമ്മുടെ കാൽക്കുലേഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മളുടെ ആവശ്യാനുസരണം ഏതൊക്കെ ഡിവൈസ് വേണമെന്ന് നമ്മൾ ആദ്യം തീരുമാനിക്കണം. അതിനുശേഷം ഓരോന്നിൻ്റെയും VA റേറ്റിംഗ് അല്ലെങ്കിൽ വാട്ട്സ് റേറ്റിംഗ് നോക്കണം. സാധാരണ UPSകൾ VA റേറ്റിങ്ങിലാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ഡിവൈസുകളിൽ വോൾട്ടേജും ആംബിയറും ഉണ്ടെങ്കിൽ അത് മൾട്ടിപ്ലൈ ചെയ്താൽ VA റേറ്റിംഗ് കിട്ടുന്നതാണ്. എന്നാൽ ചില ഉപകരണങ്ങളിൽ വാട്ട്സാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഈ വാട്ട്സ് ഇൻഡിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വാട്ട്സിനെ VAയിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പം അതിനുവേണ്ടി നമ്മൾ ആ ഡിവൈസിൻ്റെ പവർ ഫാക്ടറിനെ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ലാപ്ടോപ്പിന് 50 വാട്ടും ഡെസ്ക്ടോപ്പിന് 200 വാട്ടും പ്രിൻ്ററിന് 300 വാട്ടുമാണ് നമ്മുടെ കൈവശമുള്ളത്. അതായത് നമ്മുടെ കൈവശമുള്ള ലാപ്ടോപ്പിൻ്റെ വാട്ടേജ് റേറ്റ് 50 വാട്ട്, ഡെസ്ക്ടോപ്പ് 200 വാട്ട്, പ്രിൻ്റർ 300 വാട്ട്. ഇവിടെ ഞാൻ അതിൻ്റെ പവർ ഫാക്ടർ 0.8 ആണ്. നമ്മൾക്ക് അവൈലബിൾ ആയിരിക്കുന്ന ഈ ഡിവൈസുകളുടെ പവർ ഫാക്ടർ 0.8 ആയതുകൊണ്ട് ഓരോ ലോഡിൻ്റെയും വാട്ട്സിനെ പവർ ഫാക്ടർ കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ നമുക്ക് 50 വാട്ടിന് പകരം 62.5 VA എന്നും 200 വാട്ടിന് 250 VA എന്നും 300 വാട്ടിന് 375 VA എന്നും ലഭിച്ചു. ഇനി പവർ ഫാക്ടർ 0.9 ആണെങ്കിൽ ഇതിൽ മാറ്റം വരും, 0.7 ആണെങ്കിൽ അതിൽ മാറ്റം വരും. ഓരോരോ എക്യുപ്മെൻറ്റിൻ്റെയും പവർ ഫാക്ടറിനനുസരിച്ചാണ് നമുക്ക് VA റേറ്റിംഗ് ലഭിക്കുന്നത്. ഇനി നമുക്ക് കിട്ടിയിരിക്കുന്ന VA റേറ്റിംഗ്സിനെ ആഡ് ചെയ്യുക. നമുക്ക് വേണമെങ്കിൽ ഒരേ പവർ ഫാക്ടറുള്ള 3 എക്യുപ്മെൻറ്റ് നമ്മൾ ഉപയോഗിച്ചതുകൊണ്ട് ആദ്യമേ വാട്ട്സുകൾ തമ്മിൽ ആഡ് ചെയ്തിട്ട് അതിനെ പവർ ഫാക്ടർ കൊണ്ട് ഡിവൈഡ് ചെയ്താലും മതി. വ്യത്യസ്തമായിട്ടുള്ള പവർ ഫാക്ടറുള്ള എക്യുപ്മെൻറ്റുകളാണെങ്കിൽ അത് സെപ്പറേറ്റ് വാട്ട്സിനെ VAയിലേക്ക് കൺവേർട്ട് ചെയ്തതിന് ശേഷം ആഡ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ടോട്ടൽ കിട്ടുന്നത് 687.5 VA എന്നാണ്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്തത്? ആദ്യം നമ്മൾക്ക് UPS പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട അല്ലെങ്കിൽ UPSൻ്റെ പ്രൊട്ടക്ഷൻ ലഭിക്കേണ്ട ഡിവൈസുകൾ ഏതൊക്കെയാണെന്ന് തീരുമാനിച്ചു. അതിൻ്റെ വോൾട്ട് ആംബിയർ കണ്ടുപിടിച്ചു. അതായത് അത് പവർ വാട്ട്സിലാണ് നേരിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളതെങ്കിൽ അതിനെ പവർ ഫാക്ടർ കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് VA റേറ്റിംഗ് നമുക്ക് ലഭിക്കുന്നത്. അതിനുശേഷം ടോട്ടൽ VA കണ്ടുപിടിക്കുക. ഇനി നമ്മൾക്ക് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത് UPSൻ്റെ എഫിഷ്യൻസി എത്രയാണെന്ന് മനസ്സിലാക്കണം. നമ്മൾ ഉപയോഗിക്കുന്ന UPS പല വിധത്തിലുമുണ്ട്. 70% എഫിഷ്യൻസി ഉള്ളതുണ്ട്, 95 or 99 വരെ എഫിഷ്യൻസിയുള്ള UPSകൾ ഉണ്ടാവാം.
അപ്പോൾ ഞാൻ കൺസിഡർ ചെയ്തിരിക്കുന്നത് ഒരു 85% എഫിഷ്യൻസിയുള്ള UPSൻ്റെ കാര്യമാണ്. നമ്മൾ എത്ര പെർസെൻറ്റേജാണ് UPSൻ്റെ എഫിഷ്യൻസി എന്നതിനനുസരിച്ചാണ് ഇനി ബാക്കിയുള്ള കാൽക്കുലേഷൻ ചെയ്യേണ്ടത്. ഇപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ടോട്ടൽ VA ഈ UPSൻ്റെ എഫിഷ്യൻസി 85% ആയതുകൊണ്ട് 0.85 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് കിട്ടിയേക്കുന്നത് നേരത്തെ കിട്ടിയ ടോട്ടൽ VA എന്ന് പറയുന്നത് 687.5 ആയിരുന്നു. അതിനെ 0.85 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 808.8 VA ആണ്. ഈ 808.8 VA ആണ് നമ്മളുടെ ഉപയോഗിക്കേണ്ട UPSൻ്റെ സൈസ്. പക്ഷേ ഈ 808.8 എന്നൊരു സൈസ് നമുക്ക് അവൈലബിൾ അല്ലാത്തതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് അതിൻ്റെ നിയറസ്റ്റ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് വാല്യൂ സെലക്ട് ചെയ്യുക എന്നതാണ്. അതായത് 850 VA ആണ് നമ്മൾക്ക് ആവശ്യമുള്ള UPS. 50 വാട്ടിൻ്റെ ഒരു ലാപ്ടോപ്പും 200 വാട്ടിൻ്റെ ടോപ്പ് കമ്പ്യൂട്ടറും 300 വാട്ടിൻ്റെ പ്രിൻ്ററും കണക്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ആവശ്യമുള്ള UPS എന്ന് പറയുന്നത് 850 VA ആണ്. ഇനി ഒരിക്കലും നമ്മൾ ഈ UPSൻ്റെ VA റേറ്റിങ്ങിനേക്കാൾ കൂടുതലാവാൻ പാടില്ല. ദ VA റിക്വയർമെൻറ്റ് ഓഫ് സപ്പോർട്ടഡ് ഡിവൈസ് ഷുഡ് നോട്ട് എക്സീഡ് ദ VA റേറ്റിംഗ് ഓഫ് ദ UPS. അതായത് നമ്മളിപ്പോൾ സെലക്ട് ചെയ്തേക്കുന്നത് 850 VA ആണ്. ഒരിക്കലും അതിലും കൂടുതൽ VA ഉള്ള ഉപകരണങ്ങൾ ഇതിനകത്ത് വർക്ക് ചെയ്യിക്കാൻ പാടില്ല. നമ്മൾ ഇനി നോക്കുന്നത് UPSൻ്റെ ബാക്കപ്പ് ടൈമാണ്. അപ്പോൾ ഈ ബാക്കപ്പ് ടൈം എന്തിനെ ആശ്രയിച്ചിരിക്കും എന്നതാണ്. UPS ബാക്കപ്പ് ഡിപ്പെൻസ് ബാറ്ററി കപ്പാസിറ്റി ആൻഡ് ദ യൂസേജ് ലോഡ്. നമ്മൾ എത്ര ലോഡ് ഉപയോഗിക്കുന്നുണ്ട്, അതേപോലെ ബാറ്ററിയുടെ കപ്പാസിറ്റി എത്രയാണ്, ഇതിനെ ആശ്രയിച്ചാണ് ഒരു UPSൻ്റെ ബാക്കപ്പ് ടൈം. അപ്പോൾ ബാക്കപ്പ് ടൈം ഈസ് ഈക്വൽ ടു ബാറ്ററി AH ഇൻറ്റു വോൾട്ടേജ് ഇൻറ്റു N ഇൻറ്റു എഫിഷ്യൻസി ഓഫ് ബാറ്ററി ഡിവൈഡഡ് ബൈ ലോഡ് ഇൻ വാട്ട്സ്. ബാറ്ററി AH എന്ന് പറയുമ്പോൾ അതിൻ്റെ കപ്പാസിറ്റിയാണ്. നമുക്ക് 100 AH, 12 AH അങ്ങനെ നിരവധി റേറ്റിങ്ങിൽ നമുക്ക് ബാറ്ററീസ് അവൈലബിൾ ആണ്. അപ്പോൾ ബാറ്ററിയുടെ AH എത്രയാണ്, അതിനെ ബാറ്ററിയുടെ വോൾട്ടേജുമായി മൾട്ടിപ്ലൈ ചെയ്യുക. അതിനുശേഷം എത്ര ബാറ്ററി ഉപയോഗിക്കുന്നു അതാണ് N. അതേപോലെ ബാറ്ററിയുടെ എഫിഷ്യൻസി. അപ്പോൾ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ബാറ്ററി AH, ബാറ്ററി വോൾട്ടേജ്, നമ്പർ ഓഫ് ബാറ്ററി, എഫിഷ്യൻസി ഓഫ് ബാറ്ററി. അതിനുശേഷം അതിനെ നമ്മൾ ഉപയോഗിക്കുന്ന ലോഡിൻ്റെ വാട്ട്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അതാണ് വേർ AH ഈസ് ദ ബാറ്ററി കപ്പാസിറ്റി ഇൻ ആംപിയർ അവർ. N ഈസ് ദ നമ്പർ ഓഫ് ബാറ്ററീസ്. എഫിഷ്യൻസി ഓഫ് ബാറ്ററി ജനറലി 0.8, അതായത് 80% എഫിഷ്യൻസി ആണ് നമ്മൾ കണക്കാക്കുന്നത്. ഇനി നമുക്കൊരു ഉദാഹരണം നോക്കുകയാണ്. സപ്പോസ് വി ഹാവ് 60 AH 12 വോൾട്ട് ബാറ്ററി വിത്ത് എ ലോഡ് ഓഫ് 200 വാട്ട്സ്. അപ്പോൾ നമുക്ക് 200 വാട്ട് ലോഡ് നമ്മൾ 60 AH ബാറ്ററി 12 വോൾട്ടിൻ്റെ 60 AHൻ്റെ ഒരു ബാറ്ററി 200 വാട്ട്സ് ലോഡിലേക്ക് കണക്റ്റ് ചെയ്താൽ എത്ര സമയം ആ UPSന് ബാക്കപ്പ് ലഭിക്കും എന്നാണ് നമ്മൾ നോക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ അനുസരിച്ച് 60 മൾട്ടിപ്ലൈഡ് ബൈ 12, അതായത് ബാറ്ററി വോൾട്ടേജ് ഇൻറ്റു 1, ഒരു ബാറ്ററിയുടെ കാര്യമേ പറഞ്ഞിട്ടുള്ളൂ, ഇൻറ്റു 0.8, അതായത് എഫിഷ്യൻസി, ഡിവൈഡഡ് ബൈ 200 വാട്ട്. ഇത്രയും ഹവേഴ്സാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്നത്
2.88 അവേഴ്സ്, അതായത് 2 ഹവേഴ്സും 52 മിനിറ്റ്സുമാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ബാക്കപ്പ് ടൈം. എന്നാൽ ഈ ബാക്കപ്പ് ടൈം ഒറിജിനലി നമുക്ക് ലഭിക്കില്ല. കാരണം എന്താണ്? നമ്മൾ ലോഡിൻ്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞു UPSൻ്റെ എഫിഷ്യൻസി 100% നമുക്ക് ലഭിക്കാൻ സാധ്യതയില്ല. അപ്പോൾ ആ UPSൻ്റെ എഫിഷ്യൻസിയും കൂടെ നമ്മൾ പരിഗണിക്കണം. ഇവിടെ ഇൻവെർട്ടർ എന്ന് കാണിച്ചിരിക്കുന്ന UPSനകത്തിരിക്കുന്ന ഇൻവെർട്ടറിൻ്റെ കാര്യമാണ്. സിൻസ് ദ ഇൻവെർട്ടർ ഹാസ് 80% എഫിഷ്യൻസി, then the time is reduced to. അപ്പോൾ ഇത്ര എഫിഷ്യൻസിയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കുറച്ച് ബാറ്ററി ആ 20% എഫിഷ്യൻസി ലോസിൽ നമുക്ക് നഷ്ടമാവും. അതുകൊണ്ട് നമ്മളുടെ ടൈം വീണ്ടും കുറയും. അപ്പോൾ നമുക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന 2.88നെ 0.8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2.304 എന്ന് ലഭിക്കും. അതായത് 2 hours and 24 minutes. ഇപ്പോൾ നമ്മൾ കാൽക്കുലേഷൻ ചെയ്യാൻ പഠിച്ചല്ലോ. എന്തൊക്കെയാണ് നമ്മൾ പരിഗണിക്കേണ്ട വിഷയങ്ങൾ? ബാറ്ററിയുടെ കപ്പാസിറ്റി ഇൻ AH, ദെൻ ബാറ്ററി വോൾട്ടേജ്, ലോഡ് ഇൻ വാട്ട്സ്. പിന്നെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് UPSൻ്റെ എഫിഷ്യൻസിയാണ്. നമ്മൾ ആദ്യം AH ഇൻറ്റു വോൾട്ട് ഇൻറ്റു N ഇൻറ്റു എഫിഷ്യൻസി ഡിവൈഡഡ് ബൈ ലോഡ് ഇൻ വാട്ട്സ് എന്നുള്ള ഇക്വേഷൻ വെച്ച് ചെയ്യുന്നു. അതിന് ശേഷം നമ്മൾ എന്താ ചെയ്തത്? UPSൻ്റെ എഫിഷ്യൻസി നമുക്ക് തന്നിരിക്കുന്ന UPSൻ്റെ എഫിഷ്യൻസി 80% ആയതുകൊണ്ട് വീണ്ടും ഈ 0.8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് കിട്ടുന്ന സമയം 2 hours and 24 minutes. ഇനി നമുക്ക് നമ്മൾ ഒരു ബാറ്ററി വെച്ചിട്ടല്ലേ കണക്കാക്കിയത്. ഇനി നമുക്ക് ഇതേ സംഭവം 2 ബാറ്ററിയിൽ എങ്ങനെയാണ് മാറുന്നത്, ബാക്കപ്പ് ടൈം എങ്ങനെ മാറും നോക്കാം. ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? 60 AH ഇൻറ്റു 12 ഇൻറ്റു 2 ഇൻറ്റു 0.8 ഡിവൈഡഡ് ബൈ 200 ഇൻറ്റു 0.8, അതായത് എഫിഷ്യൻസി ഓഫ് UPS. ദെൻ നമുക്ക് കിട്ടുന്നത് 4 hours and 36 minutes. ഇപ്പോൾ നമ്മൾ 2 ബാറ്ററി ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്കതിൻ്റെ 60 AHൻ്റെ 12 വോൾട്ടിൻ്റെ 2 ബാറ്ററി ഉപയോഗിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ സമയം ഇരട്ടിയായി മാറി. 4 hours and 36 minutes ആയിട്ട് മാറി. നമ്മളുടെ ലോഡ് ഇതുവരെ കണക്കാക്കിയത് 200 വാട്ടിലാണ്. ഇനി നമ്മൾ ലോഡ് ഇൻക്രീസ് ചെയ്യുകയാണെന്ന് കരുതാം. അപ്പോൾ ഈ ലോഡ് ഇൻക്രീസ് ചെയ്തപ്പം 200 വാട്ടിൽ നിന്ന് 300 വാട്ടിലോട്ടാണ് ലോഡ് ഇൻക്രീസ് ചെയ്തത്. ഇപ്പോൾ നമ്മൾ ബാറ്ററി 2 എണ്ണമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആ കാൽക്കുലേഷൻ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ സമയം 4 hour 36 മിനിറ്റിൽ നിന്ന് 3 hour 4 മിനിറ്റിലേക്ക് കുറഞ്ഞിരിക്കുന്നു. മനസ്സിലായല്ലോ? 60 ഇൻറ്റു 12 ഇൻറ്റു 2 ഇൻറ്റു 0.8 ഡിവൈഡഡ് ബൈ 300. നേരത്തെ നമ്മൾ ഡിവൈഡഡ് ബൈ 200 എടുത്തതിന് പകരം ഇപ്പോൾ 300 എടുത്തു. അപ്പോൾ നമ്മുടെ സമയം വീണ്ടും കുറഞ്ഞു. അപ്പോൾ ബാറ്ററിയുടെ എണ്ണം കൂടുകയാണെങ്കിൽ സമയം കൂടുതൽ കിട്ടും, ലോഡ് കൂടുകയാണെങ്കിൽ സമയം കുറയും. ഇനി നമുക്ക് ബാറ്ററിയുടെ റേറ്റിംഗ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് നോക്കാം. നമ്മൾ UPS ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് തീരുമാനിച്ചു UPSൻ്റെ സൈസ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് ആ UPSൽ കണക്റ്റ് ചെയ്യേണ്ട ബാറ്ററിയുടെ റേറ്റിംഗ് എങ്ങനെയാണ് കണക്കാക്കേണ്ടതെന്നാണ് നോക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഒരു എക്സാമ്പിളായിട്ട് എടുക്കുന്നത്, നമുക്കൊരു 250 വാട്ടിൻ്റെ ലോഡ് 5 മണിക്കൂർ ആ UPSൽ നിന്നും ഉപയോഗിക്കണം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇക്വേഷൻ നോക്കാം. അപ്പം വാട്ട് അവേഴ്സ് എന്ന് പറഞ്ഞാൽ എത്ര വാട്ടാണ് എത്ര സമയം ഉപയോഗിക്കണം. അപ്പോൾ നമ്മുടെ 250 വാട്ട്സ് 5 hours ഉപയോഗിക്കണം. അപ്പോൾ 250 വാട്ട്സ് ഇൻറ്റു 5 hours ഈസ് ഈക്വൽ ടു 1250 വാട്ട് അവർ. അപ്പോൾ ഒന്നാമത് ചെയ്യേണ്ടത് എന്താണ്? നമ്മുടെ ലോഡിൻ്റെ വാട്ടേജും എത്ര മണിക്കൂറുമാണ് നമ്മൾ ഉപയോഗിക്കേണ്ടതെന്ന് കണക്കാക്കിയിട്ട് വാട്ട് അവറിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഇനി നമ്മൾ എന്താ പരിഗണിക്കേണ്ടത്?
അക്കൗണ്ട് ഫോർ ദ എഫിഷ്യൻസി ഓഫ് ദ ഇൻവെർട്ടർ ബാർ UPS. നമ്മുടെ ഇപ്പോഴത്തെ നമ്മൾ ഉപയോഗിക്കുന്ന UPSൻ്റെ എഫിഷ്യൻസി 85% ആണ്. അപ്പോൾ നമ്മൾ ഈ 85% എങ്ങനെയാണ് കണക്കാക്കുക? അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് വാട്ട് അവറിനെ ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വാട്ട് അവറിനെ 0.85 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1470 വാട്ട് അവർ എന്ന് കിട്ടും. എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യേണ്ടത്? അതായത് നമ്മൾ 1250 വാട്ട് അവറിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത്രയും ലോഡ് നമുക്ക് ചെയ്യാൻ കഴിയില്ല. കാരണം എന്താണ്? ഈ 85% എഫിഷ്യൻസി മാത്രമേ UPSനുള്ളൂ. 15% ലോസാണ്. അപ്പോൾ ആ 15% ലോസിനും കൂടി കണക്കാക്കിയിട്ട് നമ്മൾ ബാറ്ററിയുടെ റേറ്റിംഗ് തീരുമാനിക്കണം. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ UPSൻ്റെ എഫിഷ്യൻസിയും കൂടെ ഈ കാൽക്കുലേഷനിലേക്ക് വരുത്തുന്നത്. ദെൻ AH for 12 volts is equal to വാട്ട് അവർ ഡിവൈഡഡ് ബൈ 12 വോൾട്ട്. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന വാട്ട് അവർ 1470 ആണ്. ഈ 1470നെ 12 വോൾട്ട് ബാറ്ററി ഉപയോഗിക്കുമ്പോൾ നമുക്കിപ്പോൾ ആവശ്യമുള്ള കപ്പാസിറ്റി എന്ന് പറയുന്നത് 122.5 AH ആണ്. അതായത് ഇത്രയും പറഞ്ഞത് പ്രകാരം നമ്മൾ കണക്കാക്കിയിരിക്കുന്ന ബാറ്ററിയുടെ AH 122.5 ആണ്. അതായത് നമ്മുടെ ബാറ്ററി കപ്പാസിറ്റി. എങ്ങനെയൊക്കെയാണ് ചെയ്തത്? 1250നെ ആദ്യം നമ്മൾ എത്ര വാട്ട്സ് എത്ര മണിക്കൂറെന്ന് നമ്മൾ തീരുമാനിക്കുന്ന സമയം, ആ സമയത്തിനെ വാട്ട്സിനെയും കൂടെ മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം UPSൻ്റെ എഫിഷ്യൻസിയും കൂടെ കണക്കിലെടുത്ത് 0.85 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അതിനുശേഷം അതിനെ ഈ 1470നെ നമ്മൾ ഉപയോഗിക്കുന്ന ബാറ്ററിയുടെ വോൾട്ടേജ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ബാറ്ററിയുടെ കപ്പാസിറ്റി കിട്ടും. ഇനിയും നമുക്ക് ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കാനുണ്ട്. അതായത് ഒരു ബാറ്ററിയുടെ സൈക്കിൾ ലൈഫ് കൺസിഡർ ചെയ്യണം. നമ്മൾ ഒരിക്കലും ഒരു ബാറ്ററി ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് ചാർജും ഉപയോഗിക്കാൻ പാടില്ല. 20% എങ്കിലും ബാക്കി വെച്ചതിന് ശേഷമാണ് അത്രയും ചാർജ് അതിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ട് വേണം നമ്മൾ ബാറ്ററിയെ വർക്ക് ചെയ്യിക്കാൻ, അല്ലെങ്കിൽ അതിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യിക്കാൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതിൽ ബാറ്ററിയിലുള്ള ചാർജിൻ്റെ കപ്പാസിറ്റിയുടെ 80% നമുക്ക് ഉപയോഗിക്കാൻ പാടുള്ളൂ. അല്ലാത്ത പക്ഷം ബാറ്ററിയുടെ സൈക്കിൾ ലൈഫ് കുറയും. അപ്പോൾ നമുക്ക് ഇതും കൂടെ പരിഗണിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടിയിരിക്കുന്ന ബാറ്ററി കപ്പാസിറ്റി 122.5 ആയിരുന്നു. ഇവിടെ നമുക്ക് 80% മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അതായത് ബാറ്ററി കപ്പാസിറ്റിയുടെ 80%. അപ്പോൾ ന്യൂ ബാറ്ററി കപ്പാസിറ്റി ഈസ് ഈക്വൽ ടു 122.5 ഡിവൈഡഡ് ബൈ 0.8. ദാറ്റ് ഈസ് ഈക്വൽ ടു 153.125 AH. ഓർ നമ്മൾ ആ സ്ഥാനത്ത് ഒരു ബാറ്ററിക്ക് പകരം 2 ബാറ്ററി ഉപയോഗിക്കുകയാണെങ്കിൽ അതിന് വീണ്ടും, അതായത് 2 ബാറ്ററി ആകുമ്പോൾ 2 × 12 എന്ന് പറയുമ്പോൾ 24 ആയി. അപ്പോൾ നമുക്ക് 1470നെ 24 കൊണ്ടും വീണ്ടും 0.8 കൊണ്ടും ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 76.56 AH ആണ്. അപ്പോൾ ബാറ്ററിയുടെ റേറ്റിംഗ് കണ്ടുപിടിക്കാനുള്ള മാർഗ്ഗങ്ങൾ മനസ്സിലായല്ലോ. ഇനി നമുക്ക് ബാറ്ററി റേറ്റിങ്ങിൽ തന്നെ വരുന്ന മറ്റൊരു വിഷയം എന്ന് പറയുന്നത്, നമ്മൾ സാധാരണയായിട്ട് ബാറ്ററി ഡിസ്ചാർജ് ചെയ്യുമ്പോൾ, അതായത് നമ്മൾ ബാറ്ററി UPS ഉപയോഗിച്ച് എക്യുപ്മെൻറ്റ്സ് വർക്ക് ചെയ്യുന്ന അവസരത്തിൽ കൂടുതൽ ലോഡ് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് UPS ഡിസ്ചാർജ് ആവും. നമുക്ക് സാധാരണ ഒരു 100 AH കപ്പാസിറ്റിയുള്ള ബാറ്ററി എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് 1 അവറിൽ 100 ആംപിയർ ഉപയോഗിക്കാമെന്നാണ്, അല്ലെങ്കിൽ 2 അവേഴ്സിൽ 50 ആംപ്സ് ഉപയോഗിക്കാമെന്നൊക്കെയാണ് നമ്മളുടെ അറിവ്. പക്ഷേ ബാറ്ററിയുടെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കെമിക്കൽ എഫക്റ്റ് കാരണം സഡൻ ഡിസ്ചാർജിങ്ങിൽ നമുക്ക് കംപ്ലീറ്റ് എനർജിയും യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ
നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുകൂടെ നമ്മൾ ആലോചിക്കണം. അപ്പോൾ നമുക്ക് ബാറ്ററിയുടെ മറ്റ് സ്പെസിഫിക്കേഷനായിട്ടുള്ള സി റേറ്റ് ഒന്ന് നോക്കാം. സി റേറ്റ് എന്ന് പറഞ്ഞാൽ ദ റേറ്റ് അറ്റ് വിച്ച് എ ബാറ്ററി ഈസ് ഡിസ്ചാർജ്ഡ് ഈസ് ദ സി റേറ്റ്. ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ സി ബൈ ആർ. അതാണ് നമ്മൾ സി റേറ്റ് പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ സി എന്ന് പറയുന്നത് ഒരു ബാറ്ററിയുടെ ആംബിയർ റെപ്രസെൻ്റ് ചെയ്യാനുള്ള ഒരു ഇൻഫോർമൽ വേ ആണ് സി എന്ന് പറയുന്നത്. അപ്പോൾ 100 AH 1C എന്ന് പറഞ്ഞാൽ അതിന് 100 ആംബിയർ തന്നെ തരാൻ സാധിക്കുള്ളൂ എന്നതാണ്. അതേപോലെ 2C എന്നാണെങ്കിൽ അതിന് 100 × 2 മീൻസ് 200 ആംബിയർ നൽകാൻ കഴിയും എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. വേർ ആർ ഈസ് ദ നമ്പർ ഓഫ് ഹവേഴ്സ് റിക്വയർഡ് ടു കംപ്ലീറ്റ്ലി ഡിസ്ചാർജ് ഇറ്റ്സ് നോമിനൽ കപ്പാസിറ്റി. അപ്പോൾ സി ബൈ ആറിൽ സി എന്ന് പറയുന്ന അതായത് സി റേറ്റിനെയാണ് സി ബൈ ആർ എന്ന് പറയുന്നത്. 100 AH 1C means battery can supply 100 ampere in 1 hour. 100 AH 2C അല്ലെങ്കിൽ C by 0.5 means the battery can supply 200 ampere in 1 hour. 100 AH 20 R ഇത് ആറാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സി ബൈ ആർ എന്നാണല്ലോ. അപ്പോൾ അതിന് സി ബൈ 20 മീൻസ് എ ചാർജ് ഓർ ഡിസ്ചാർജ് റേറ്റ് ഓഫ് ദ ബാറ്ററി വിത്ത് 5 ആംബിയർ പെർ അവർ. C1 ആണ് 100. സി ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ 20 എന്ന് പറയുമ്പോൾ നമുക്ക് 5 ആംബിയർ. അപ്പോൾ ഈ 20 R വെച്ചിട്ടുള്ള ഈ ബാറ്ററിക്ക് 1 മണിക്കൂറിൽ 5 ആംബിയറെ ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മളുടെ ശ്രദ്ധയിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ നമ്മൾ റേറ്റ് ഓഫ് ഡിസ്ചാർജ് കൺസിഡർ ചെയ്യുമ്പോൾ ഒരു എക്സാമ്പിളാണ്. ഇഫ് എൻ ആംപ്ലിഫയർ വാണ്ട് ടു ഡ്രോ സ്റ്റഡി 20 amps ഫോർ 1 hour. കണ്ടിന്യൂസ് 1 hourൽ നമുക്ക് 20 amps വേണം. അപ്പോൾ നമ്മളത് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യുന്നത്? ആദ്യം നമ്മൾ ഈ ബാറ്ററിയുടെ നോർമൽ വേയിലുള്ള AH കണ്ടുപിടിക്കാം. നോർമൽ വേയിലുള്ള AH കണ്ടുപിടിച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് 25 AH എന്നാണ് കിട്ടിയിരിക്കുന്നത്. നേരത്തെ കണ്ടുപിടിച്ചതുപോലെയുള്ള ഇക്വേഷൻ വെച്ചിട്ട് കപ്പാസിറ്റി നോക്കിയിട്ട് കണ്ടുപിടിച്ചതാണ് 25 AH. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? 1 മണിക്കൂർ മുഴുവനും 20 amps ഉപയോഗിക്കണം. നേരത്തെ നമ്മൾ പറഞ്ഞു ഒരു ബാറ്ററിക്കും കൂടുതൽ ലോഡ് ഉപയോഗിക്കുന്ന സമയത്ത് കംപ്ലീറ്റ് അതിൻ്റെ കപ്പാസിറ്റി യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കില്ല എന്ന്. അപ്പോൾ നമ്മളിവിടെ 25 AH ഉപയോഗിക്കുന്ന സമയത്ത് 0.8 നമ്മൾ എന്തായാലും കൺസിഡർ ചെയ്യണം. അതുകൂടാതെ ബാക്കി വരുന്ന 20 AH മുഴുവനായിട്ടും ഈ 1 മണിക്കൂർ കൊണ്ട് ഉപയോഗിക്കാൻ സാധിക്കില്ല എന്ന് നമുക്ക് മനസ്സിലായല്ലോ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ 1Cക്ക് പകരം 2C എന്ന് പറഞ്ഞിട്ട് നമ്മൾ പരിഗണിക്കണം. അതായത് 25 × 2 എടുക്കണം. അപ്പോൾ 25 × 2 = 50 AHൻ്റെ ബാറ്ററി നമ്മൾ പരിഗണിക്കണം. അപ്പോൾ നമ്മളുടെ സമയം കൂടെ കണക്കിലെടുക്കുകയാണെങ്കിൽ ഈ ഇക്വേഷനും കൂടെ ഉപയോഗിക്കണം എന്നർത്ഥം. അപ്പോൾ 4 മണിക്കൂറും 3 മണിക്കൂറും ഒക്കെ ആണെങ്കിൽ ഇതിലേക്ക് വരേണ്ട കാര്യമില്ല. ഷോർട്ട് പീരീഡിൽ കൂടുതൽ ലോഡ് ഉപയോഗിക്കുന്ന സമയത്ത് മാത്രമേ ഇത് പരിഗണിക്കേണ്ടി വരുന്നുള്ളൂ. അപ്പോൾ അതിന് ഉദാഹരണമായിട്ട് ഒരു 186 AH 20 R 1.15 N എന്ന് സ്പെസിഫൈ ചെയ്ത ഒരു ബാറ്ററിയുടെ യൂട്ടിലൈസേഷൻ കപ്പാസിറ്റിയാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. ഈ ചാർട്ടിനകത്ത് എത്ര ഫസ്റ്റ് സീരിയൽ നമ്പർ സെക്കൻഡ് കോളത്തിൽ എത്ര ആംപ്സ് വീതമാണ് ഉപയോഗിക്കുന്നതെന്നും അത് ഇങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ എത്ര മിനിറ്റ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുമെന്നും ടോട്ടൽ കപ്പാസിറ്റിയിൽ എത്ര കപ്പാസിറ്റി നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയെന്നും അതിൻ്റെ ടോട്ടൽ ബാറ്ററി കപ്പാസിറ്റിയുടെ എത്ര പെർസെൻറ്റേജ് ആണ് എന്നുമാണ് കാണിച്ചിരിക്കുന്നത്. ഇവിടെ 20 R എന്ന് പറയുന്ന R നമ്മൾ നേരത്തെ പറഞ്ഞു. ഈ ബ്രൂക്കർട്ട് എഫക്റ്റ് എക്സ്പോണൻറ്റ് എന്ന് പറയുന്ന സംഭവമാണ് 1.15 എന്ന് പറയുന്നത്. എന്നിലാണ് അത് റെപ്രസെൻ്റ് ചെയ്യുന്നത്.
അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഇക്വേഷൻ ഉണ്ട്. ടൈം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആർ ഡിവൈഡഡ് ബൈ നമ്മൾ ടോട്ടൽ ചെയ്യണം. ഐ ഇൻറ്റു ആർ ഡിവൈഡഡ് ബൈ സി. ആ ഐ ഇൻറ്റു ആർ ഓൾ ഡിവൈഡഡ് ബൈ സിൻ്റെ ഹോൾ റേസ് ടു എൻ. എൻ എന്ന് പറയുന്നത് നമ്മുടെ 1.15. അപ്പോൾ നമുക്ക് ഇതിൽ ഈ ആംസിൽ 9.3 മുതൽ 300 വരെ ആംസ് ഇട്ടിട്ടുണ്ട്. അത് ഓരോന്നും കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സമയം, അതായത് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന സമയം നമുക്ക് കിട്ടും. അതിനുള്ള ഇക്വേഷനാണ്. അതിൽ ഒരെണ്ണം മാത്രം ചെയ്യാം. അപ്പോൾ നമ്മൾ 186 AHൻ്റെ ആണ് ബാറ്ററി. സോ നമുക്ക് 186 തന്നെ ഉപയോഗിക്കുകയാണെങ്കിൽ എത്ര സമയം കിട്ടും എന്നാണ് ഈ ഇക്വേഷനിലൂടെ നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ നമ്മുടെ ആറിൻ്റെ സ്ഥാനത്ത് 20 ഇട്ടിട്ടുണ്ട്. അതിനുശേഷം ഡിവൈഡഡ് ബൈ, ഇപ്പോൾ താഴെയുള്ള പോർഷൻ നമുക്ക് ആദ്യം ചെയ്യാം. 186 ഇൻറ്റു 20 ഡിവൈഡഡ് ബൈ 186. അതായത് 186ഉം 186ഉം കൂടെ വെട്ടിപ്പോകുമ്പോൾ നമുക്ക് 20 കിട്ടും. 20 റേസ് ടു 1.15 എന്ന് പറയുമ്പോൾ 31.346 എന്നൊക്കെ കിട്ടും. അപ്പോൾ ഇത് 20 ഡിവൈഡഡ് ബൈ 31.346 എന്ന് വരുമ്പോൾ കിട്ടുന്ന ടൈം ഇൻ ഹവേഴ്സിലാണ്. അപ്പോൾ 0.64226 എന്നാണ് നമ്മൾ ആൻസർ എഴുതിയേക്കുന്നത്. സോ അതിന് 60 മിനിറ്റ്സിൽ ആണല്ലോ ഒരു അവർ എന്ന് പറയുമ്പോൾ. അപ്പോൾ നമുക്കത് മിനിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 38 മിനിറ്റ്സാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഈ ചാർട്ടിൽ അത് ബോൾഡായിട്ട് നമ്പർ 6ൽ കാണിച്ചിട്ടുണ്ട്. 186, അതിൻ്റെ ടൈം 38 ആണ്. നമുക്ക് ആകെ 186 ഉണ്ടെങ്കിൽ 119 AH മാത്രമേ ഉപയോഗിക്കാൻ സാധിച്ചിട്ടുള്ളൂ. അതായത് 64% മാത്രമേ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി ബാക്കി നോക്കൂ. ഈ 186 AH എന്ന് പറയുമ്പോൾ 20 ആണ്. അപ്പോൾ 20 എന്ന് പറഞ്ഞാൽ 186 ഡിവൈഡഡ് ബൈ 20 എന്ന് ചെയ്യുമ്പോൾ, അതായത് ഈ AHനെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു മണിക്കൂറിൽ എത്ര ആംബിയർ ഉപയോഗിക്കാൻ പറ്റും എന്നാണ് കണക്കാക്കുന്നത്. അപ്പോൾ 186നെ ഡിവൈഡഡ് ബൈ 20 എന്ന് പറയുമ്പോൾ 9.3 ആംബിയറാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഈ 186 ഡിവൈഡഡ് ബൈ 20 എന്ന് കിട്ടിയപ്പോൾ നമുക്ക് എത്ര 20 മണിക്കൂർ ഈ ബാറ്ററി ഉപയോഗിക്കാൻ സാധിച്ചു. 9.3 വെച്ചിട്ട് ഈ കാൽക്കുലേഷൻ വെച്ച് ചെയ്യുകയാണെങ്കിൽ 20 മണിക്കൂർ കൊണ്ട് നമുക്ക് ഈ ബാറ്ററിയെ കംപ്ലീറ്റ് യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് 186ഉം യൂട്ടിലൈസ് ചെയ്യാൻ കഴിയും, അതായത് 100%. നെക്സ്റ്റ് വന്നിട്ട് 50 ആംസ് ഉപയോഗിക്കുകയാണെങ്കിൽ ഇക്വേഷൻ ചെയ്ത് കഴിഞ്ഞാൽ 173 മിനിറ്റ്സ് കിട്ടും. അപ്പോൾ 3 മണിക്കൂറില്ല, 6 3 18, 180 മിനിറ്റ് വേണമല്ലോ. 3 മണിക്കൂർ വരെ ഉപയോഗിക്കാൻ പറ്റില്ല. അതായത് അതിൻ്റെ നമ്മൾ ഉപയോഗിച്ച കപ്പാസിറ്റി എന്ന് പറയുന്നത് 145 ആണ്, അതായത് 78%. നെക്സ്റ്റ് വന്നിട്ട് 93 ആംസ് ഉപയോഗിക്കുകയാണെങ്കിൽ 85 മിനിറ്റ്സ് ആണ് യൂസ് ചെയ്യാൻ പറ്റുന്നത്. 132 AH ഉപയോഗിക്കാൻ പറ്റി, അതായത് 71%. 100 ആംസ് എടുക്കുകയാണെങ്കിൽ ഇതിൽ വലിയ വ്യത്യാസം കാണില്ല, കാരണം 7 ആംബിയറിൻ്റെ വ്യത്യാസമേ സംഭവിച്ചിട്ടുള്ളൂ. അവിടെ 78 മിനിറ്റ്സും 130 AHും ഉപയോഗിക്കാൻ പറ്റി, അതായത് 70%. ഇനി നമ്മൾ അതിനെ 150ലേക്ക് ഇൻക്രീസ് ചെയ്തപ്പോൾ 49 മിനിറ്റ്സിലേക്ക് താഴ്ന്നു. 123 AH ഉപയോഗിക്കാൻ സാധിച്ചിട്ടുള്ളൂ, അതായത് ടോട്ടലിൻ്റെ 66%. 186ൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. ഇനി 200 വരുമ്പോൾ 35 മിനിറ്റ്സാണ് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നത്, അതായത് 117 AH, 63%. ഇനി 250 എടുക്കുകയാണെങ്കിൽ 27 മിനിറ്റ് ഉപയോഗിക്കാൻ സാധിക്കുന്നുള്ളൂ, 114 AH, അതായത് 61%. 300ലേക്ക് മാറ്റിയപ്പോൾ 22 മിനിറ്റ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ, 110 AH ആണ് ഉപയോഗിക്കാൻ കഴിഞ്ഞത്, 59%. ഓക്കെ, ഇതിൽ നമുക്ക് ഈ ചാർട്ട് നോക്കിയാൽ മനസ്സിലാവും നമ്മളുടെ
ബാറ്ററിയുടെ ആംസ് അതായത് ലോഡ് വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സമയം കുറയുന്നു. അതുപോലെ കംപ്ലീറ്റ് കപ്പാസിറ്റിയും ഉപയോഗിക്കാൻ സാധിക്കാതെ വരികയാണ്. അപ്പോൾ അതിൻ്റെ എഫിഷ്യൻസി നന്നായിട്ട് കുറഞ്ഞു വരുന്നു. ഓക്കെ, ഇനി നമുക്ക് നമ്മൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് നോക്കാം. സൈസിങ് ഓഫ് UPS പറഞ്ഞു. അപ്പോൾ സൈസിങ് ഓഫ് UPSൽ നമുക്ക് ഉപയോഗിക്കേണ്ട ഉപകരണങ്ങളുടെ ലിസ്റ്റ് എടുത്തു, അതിൻ്റെ വാട്ടേജ് കണക്കാക്കി, പവർ ഫാക്ടർ കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് VA റേറ്റിങ്ങിൽ കണ്ടു. അതിന് VA റേറ്റിങ്ങിനെ ഒരുമിച്ചു കൂട്ടി അതിന് UPSൻ്റെ എഫിഷ്യൻസി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമുള്ള VA റേറ്റിംഗ് കിട്ടും. അതിനെ സ്റ്റാൻഡേർഡ് വാല്യൂയിലേക്ക് കൊണ്ടുവരിക. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞ UPSൻ്റെ ബാക്കപ്പാണ്. UPSൻ്റെ ബാക്കപ്പിന് വേണ്ടിയിട്ട് ബാറ്ററിയുടെ AH ഇൻറ്റു വോൾട്ട് ഇൻറ്റു നമ്പർ ഓഫ് ബാറ്ററി ഇൻറ്റു എഫിഷ്യൻസി ഓഫ് ബാറ്ററി ഡിവൈഡഡ് ബൈ ലോഡ് ഇൻ വാട്ട്സ് ഇൻറ്റു എഫിഷ്യൻസി ഓഫ് UPS. ഇപ്പോൾ 2 എഫിഷ്യൻസി നമ്മൾ പരിഗണിക്കണം ബാക്കപ്പ് ടൈം നോക്കുന്ന സമയത്ത്. ഓക്കെ, ഇനി ബാറ്ററി റേറ്റിംഗ് ആണ്. ബാറ്ററി റേറ്റിംഗ് എന്ന് പറയുമ്പോൾ എത്ര വാട്ട് ലോഡ് എത്ര മണിക്കൂർ ഉപയോഗിക്കുന്നുണ്ടെന്ന് കണ്ടുപിടിച്ചതിന് ശേഷം അതിനെ ബാറ്ററി വോൾട്ട് കൊണ്ടും ഡിവൈഡ് ചെയ്യുക. വീണ്ടും ബാറ്ററിയുടെ എഫിഷ്യൻസി കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അതിനുശേഷം UPSൻ്റെ എഫിഷ്യൻസി കൊണ്ടും ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ബാറ്ററി റേറ്റിംഗ് കിട്ടും. എന്നാൽ ഫാസ്റ്റായിട്ട് ഡിസ്ചാർജ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ യൂട്ടിലിറ്റി കപ്പാസിറ്റി കൂടി പരിഗണിച്ച് പ്യൂക്കർട്ട് എക്സ്പോണൻറ്റിനും കൂടെ ഇക്വേഷനിൽ വരുത്തിയിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് വേണം ബാറ്ററി റേറ്റിംഗ് എടുക്കാൻ. അതായത് 1 ആമ്പിയറിലൊക്കെയാണ് ഹൈ കറണ്ട് യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്തതിൻ്റെ കപ്പാസിറ്റി വീണ്ടും നമ്മൾ വർദ്ധിപ്പിക്കണം. അതുകൊണ്ട് നെക്സ്റ്റ് റേഞ്ചിൽ 1Cക്ക് പകരം 2C റേറ്റിൽ എടുക്കണം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്തത്. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.